പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾക്ക് 7 ലക്ഷം രൂപ നൽകണമെന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് നടപ്പാക്കാത്ത സർക്കാരിനെതിരെ വിമർശനം ശക്തമാകുന്നു. ജൂലൈ 10-ന് ചീഫ് സെക്രട്ടറി നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. ഇതിനിടെ സർക്കാരിനെ വിമർശിച്ച് BJPയും രംഗത്ത് വന്നു. വയനാട് പൂക്കോട്ട് വെറ്റിനറി കോളേജിൽ മരണപ്പെട്ട സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന് നീതി നിഷേധിക്കപ്പെടുന്നുവെന്ന് കാട്ടിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടലുണ്ടായത്. കുടുംബത്തിന് 7 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഉത്തരവിറങ്ങി നാളിതുവരെയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു തുടർനീക്കവും ഉണ്ടായില്ല. ഉത്തരവ് നടപ്പാക്കാൻ വൈകിയതോടെ 8% പലിശ സഹിതം തുക നൽകാനും കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു. ഇതും സർക്കാർ നടപ്പാക്കിയില്ല. തുടർന്ന് അടുത്ത മാസം 10-ന് ചീഫ് സെക്രട്ടറി നേരിട്ട് ഹാജരാകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിറക്കി. എന്നാൽ ഇതിനെതിരെ സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ് റദ്ദ് ചെയ്യണമെന്നാണ് സർക്കാരിന്റെ ആവശ്യം. ഹർജി തിങ്കളാഴ്ച കോടതി പരിഗണിക്കും. സർക്കാർ നടപടിയിൽ കടുത്ത പ്രതിഷേധവുമായി BJP രംഗത്തുണ്ട്. ഇരയായ കുടുംബത്തെ വീണ്ടും വേട്ടയാടുകയാണെന്ന് BJP വക്താവ് സന്ദീപ് വചസ്പതി ആരോപിച്ചു. പിണറായി വിജയന്റെ ഈ വൈരനിര്യാതന ബുദ്ധി, സിദ്ധാർത്ഥന്റെ കുടുംബത്തോടുള്ള വൈരാഗ്യം, സിദ്ധാർത്ഥന്റെ കുടുംബത്തോടുള്ള വേട്ടയാടൽ മനസ്ഥിതി അവസാനിപ്പിച്ച് നാളെ ഹൈക്കോടതിയിൽ തിങ്കളാഴ്ച കേസ് വരുമ്പോൾ സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ച് വൈകിയെങ്കിലും അവർക്ക് കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശം നൽകുന്ന ഒരു സഹായം ലഭ്യമാക്കാനെങ്കിലും പിണറായി വിജയൻ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കണമെന്നാണ് BJPയുടെ ആവശ്യം. സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് 18 SFI വിദ്യാർത്ഥികളാണ് പ്രതിസ്ഥാനത്തുള്ളത്. ഹോസ്റ്റൽ വാർഡനും ഡീനും ഉൾപ്പെടെ പ്രതികളെ സംരക്ഷിക്കുന്നുവെന്ന് ആരോപിച്ച് കുടുംബം രംഗത്തുണ്ട്. വീട്ടുകാരുടെ നിരന്തര ആവശ്യത്തെ തുടർന്ന് കേസ് CBIക്ക് കൈമാറിയിട്ടും അന്വേഷണ ഫയലുകൾ കൃത്യമായി നൽകിയില്ല എന്ന ആരോപണവും ഉയർന്നിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.